ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ അന്ന് രാവിലെ തന്നെ പതിവ് പോലെ രാവിലെ ഒരു 6:30 ആകുമ്പോഴത്തേന് മക്കൾ സ്കൂൾക്ക് പോകും. മക്കൾ സ്കൂൾക്ക് പോയി നമ്മളെ ഈത്തപ്പഴമൊക്കെ പിന്നെയും വെയിൽ കൊള്ളാൻ വെച്ച് ഞാൻ ചായയൊക്കെ കുടിച്ച് ബെഡ്ഷീറ്റൊക്കെ വൃത്തിയാക്കി. ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പണി കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? അതെന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസും സ്ക്രോൾ ചെയ്തിട്ട് ഇങ്ങനെ പണി എടുത്തുകൊണ്ടിരുന്ന് ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടി അടുപ്പത്തിച്ചിരുന്നു. അപ്പോൾ റീൽസ് കണ്ട് പണി കിട്ടി പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിയാകെ കരിഞ്ഞ് ഒലിഞ്ഞായിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ നമ്മളിതാ ബാക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ ഇതാ കട്ട് ചെയ്യാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താ പറയുക, പിന്നെയും ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് പിന്നെയും ഞാനിതാ ഫ്രൈ എടുത്ത് ഇനി ഞാൻ മറക്കൂല എന്ന് പറഞ്ഞ പോലെ ഇതാ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബിരിയാണിൻ്റെ മസാല റെഡിയായി. നമ്മൾ മക്കളെ സ്കൂളിൽ നിന്ന് എടുക്കാൻ വേണ്ടി പിന്നെയും പോയി ഇതാ വന്ന് പറഞ്ഞ പോലെ 6:30 പോയി 10 മണിക്ക് പിന്നെ ഓരോ കൊണ്ടുവരാൻ പോകണം കേട്ടോ. അപ്പോൾ അതാ നല്ല വെയിലാണ്. രാവിലെ തന്നെ സൂര്യ ഇതാ ഉദിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ എടുക്കാൻ പോയിക്കാണ്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇതാ ബാഗൊക്കെ പല വൈകിട്ടിട്ട് ഒക്കെ ഒരു ഭാഗത്ത് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നെസ്റ്റോ പോയപ്പോൾ ഫ്ലേവേർഡ് യോഗേർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ എല്ലാ ഫ്ലേവറും ഉണ്ട്. സ്ട്രോബെറിയും മാംഗോയും പീച്ചും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്ലൂബെറി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേപ്പിൻ്റെ ഇല കേട്ടോ. ഈ അമലിനോട് വേപ്പില കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കൊമ്പൊന്നാകെ ഒളിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആച്ചു അതിൽ നിന്നൊക്കെ ഓരോന്നിടത്ത് ടേസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആച്ചും അയ്മനും അമലും കൊണ്ടപ്പോൾ ഞാനും ഇത് ടേസ്റ്റ് നോക്കട്ടെ എന്ന് വിചാരിച്ചെടുത്ത്. ശരിക്കും വല്ലാതെ ഇഷ്ടമായിട്ടില്ല കേട്ടോ. ആച്ചിന് നല്ല ഇഷ്ടമായിരിക്കണം. ആച്ചു അതൊക്കെ ഇരുന്ന് ഒന്ന് ഫുള്ളാക്കി. ബ്ലൂബെറി ഫുള്ളാക്കിയിട്ടുണ്ട്. അയ്മ മാംഗോ ഫുള്ളാക്കി. അമൽ സ്ട്രോബെറി ഫുള്ളാക്കി. അപ്പോൾ എങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മളെ ബാക്കി ബിരിയാണിൻ്റെ അരിയൊക്കെ കഴുകി ദമ്മിടട്ടെ. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ കാണും വരെ ബൈ ബൈ.